നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്രസീൽ മൊറോക്കോ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ അഞ്ചലോട്ടി പറഞ്ഞു, ബ്രസീലിയൻ ഫാൻസ് സ്റ്റേഡിയത്തിൽ നിറയെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന്. സംഗതി അഞ്ചലോട്ടിയുടെ ആ പ്രതീക്ഷ അക്ഷരം പ്രതി ശരിയാണ്. എന്താ അറിയോ, ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള, ഏറ്റവും അധികം ടിക്കറ്റ് വിൽപ്പന നടന്ന മത്സരങ്ങളിൽ ഒന്നാണിത്. മോസ്റ്റ് ഡിമാൻഡഡ് മാച്ചസിലൊന്നാണ്. ഏറ്റവും അധികം ആളുകൾ കാത്തിരുന്ന കളികളിലൊന്ന്. ഇന്നലെ ടൈം സ്ക്വയറിൽ ബ്രസീലുകാരുടെ ഒരു ആധിപത്യമാണ്. നിറയങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. മഞ്ഞ ജേഴ്സി അണിഞ്ഞുകൊണ്ട്, വലിയ രൂപത്തിൽ ചാൻഡ് ചെയ്തുകൊണ്ട്. കപ്പില്ലാത്ത ചില ടീമുകളുടെ പേരൊക്കെ പറഞ്ഞ് ചാൻഡൊക്കെ ഉണ്ടായിരുന്നു, പോർച്ചുഗലിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ മെസ്സി ഓൾറെഡി കപ്പെടുത്തല്ലോ, കിങ്ങാണ്, ഇനി കപ്പ് ഞങ്ങളുടെ നെയ്ബർക്ക് എന്ന തരത്തിലുള്ള ചാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു. വലിയ രൂപത്തിൽ ബ്രസീലിയൻ ആവേശം അണപൊട്ടി ഒഴുകി ടൈം സ്ക്വയറിൽ. ഏതായാലും അതിൻ്റെ ബാക്കി ഇന്ന് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെറ്റ്ലൈഫ് സ്റ്റേഡിയം NFL ജയൻസ് അതുപോലെ തന്നെ ജെറ്റ്സ് ടീമുകളുടെയൊക്കെ ഹോം സ്റ്റേഡിയമാണ്. അപ്പോൾ അവിടെ ഇന്ന് കളിക്കാൻ ബ്രസീൽ ഇറങ്ങുമ്പോൾ എതിരാളികൾ മറുഭാഗത്ത് മൊറോക്കോയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി അറിയാമോ? 80,633 ഫാൻസിനെ ഉൾക്കൊള്ളാൻ പറ്റും ഈ സ്റ്റേഡിയത്തിന് എന്നാണ് ഫിഫ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. ഈ വേൾഡ് കപ്പ് നടക്കുന്ന സ്റ്റേഡിയങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ളൊരു സ്റ്റേഡിയം ആസ്റ്റേക്ക സ്റ്റേഡിയം മാത്രമാണ്. അത് 80,824 ഫാൻസിനെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയമാണ്. അപ്പോൾ അത്രയധികം ജനങ്ങൾ, 100,000-നടുത്ത് ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ പോരാട്ടം സോൾഡ് ഔട്ടാണ്. മുഴുവൻ ടിക്കറ്റുകളും വിറ്റഴിഞ്ഞു. ഇപ്പോൾ മാർക്കറ്റിൽ ചില ടിക്കറ്റുകൾ അവൈലബിൾ ആണ്, പക്ഷെ അത് റീസെയിൽ ടിക്കറ്റുകളാണ്. അമേരിക്കയിൽ അത് ലീഗലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റീസെയിൽ ടിക്കറ്റുകൾ അവൈലബിൾ ഉണ്ട്. എന്നാൽ ഇന്ന് ഹൗസ്ഫുൾ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതായത് ഫുട്ബോൾ ലോകം ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത, അതായത് ഫിക്സർ വന്ന കാലം മുതൽ കാത്തിരിക്കുന്ന കളികളിലൊന്നാണ്. വൻ ഡിമാൻഡാണ് ടിക്കറ്റിനുണ്ടായിരുന്നത്. അത് അതിൻ്റെ വിൽപ്പനയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഇന്നത്തെ ദിവസം മെറ്റ്ലൈഫ് സ്റ്റേഡിയം അത് മഞ്ഞക്കടലാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറുഭാഗത്ത് തീർച്ചയായിട്ടും മൊറോക്കോയുടെ ആരാധകരും ഉണ്ടാകും. എന്നാൽ അവരെ ഔട്ട് നമ്പർ ചെയ്യും ബ്രസീലിയൻ ഫാൻസ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് മഞ്ഞക്കിളിക്കൂട്ടങ്ങളുടെ കൊയ്ത്തുത്സവമാണ് നമ്മൾ ന്യൂജേഴ്സിയിൽ നിന്ന് കാണാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.